23 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അച്ഛൻ 28 വയസ്സുകാരനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിൽ 23 വയസ്സുകാരിയായ നമ്മുടെ നായികയെ 28 വയസ്സുകാരനായ നമ്മുടെ കഥാനായകൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു എഗ്രിമെന്റ് പ്രകാരം ദത്തെടുക്കുന്നു മകളായി. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നതും തുടർന്ന് നടക്കുന്ന രസകരമായ സംഭവങ്ങളും പറഞ്ഞ കഥയാണ് 2020 റിലീസായ ലീഗലി ഡാഡി എന്ന മിനി കെ ഡ്രാമ. കഥ തുടങ്ങുന്നത് വലിയൊരു ലക്ഷറിയസ് ആയ വീട്ടിൽ നമ്മുടെ കഥാനായികയായ കിം കുളിക്കാനായി ടോയ്ലറ്റിലേക്ക് നടക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അവൾ ടോയ്ലറ്റിന്റെ ഡോറിന്റെ അവിടെ എത്തുന്ന സമയത്താണ് നമ്മുടെ കഥാനായകനായ യൂസാങ് ആ ഒരു ബാത്റൂമിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നത്. രണ്ടുപേരും പരസ്പരം നോക്കുന്നു. കിം അപ്പോൾ യൂസാങ്ങിനെ നോക്കി ഗുഡ് മോർണിംഗ് ഡാഡ് എന്ന് പറയുന്നു. അത് കേട്ട് യൂസാങ് തിരിച്ച് ഗ്രീറ്റ് ചെയ്യുന്ന വണ്ണം തലയാട്ടുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇവര് അച്ഛനും മോളുവോ? കണ്ടാൽ ക്യൂട്ട് കപ്പിൾസിനെ പോലെയുണ്ട്, പക്ഷേ വിളിക്കുന്നത് അച്ഛ എന്നും. എങ്ങനെയാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നതെന്ന ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കിമ്മിനും സഹോദരിക്കും അച്ഛനും അമ്മയും ഇല്ല. കിം അവളുടെ 8 വയസ്സുകാരിയായ കുഞ്ഞു സഹോദരിയെ നോക്കാനും അവളുടെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനും വളരെ കഷ്ടപ്പെടുന്ന ഒരു 23 വയസ്സുകാരിയായ പെൺകുട്ടിയാണ്. കഴിഞ്ഞ 7 വർഷങ്ങളായി കിമ്മാണ് അവളുടെ സഹോദരിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. അതായത് 7 വർഷങ്ങൾക്ക് മുന്നേ ഇവർക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. വാടകയൊന്നും മര്യാദയ്ക്ക് അടയ്ക്കാൻ സാധിക്കാത്തത് കൊണ്ട് താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കണം, ഒരാഴ്ചയും കൂടി സമയം തരികയുള്ളൂ, അതിനു മുന്നേ പുതിയ താമസ സ്ഥലം കണ്ടെത്തി മാറിക്കോണമെന്ന് വീട്ടുടമ കിമ്മിന് താക്കീത് കൊടുക്കുന്നു. കിമ്മിന്റെ സഹോദരി ഒരു കൊച്ചുകുട്ടിയല്ലേ, അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നേ അറിയൂ. പക്ഷെ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി ഒന്നും അതിനില്ല. ഒരു ദിവസം കിമ്മിന്റെ അനീതിയായ ഡാൻബി ഒരു റെസ്റ്റോറന്റിനകത്ത് കസ്റ്റമറായ അച്ഛനും മകളും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് കാണുന്നു. ആ അച്ഛൻ മകൾക്ക് ഇങ്ങനെ ഊട്ടിയൊക്കെ കൊടുക്കുന്നത് കാണുമ്പോൾ ഡാൻബി അത് തന്നെ നോക്കി നിൽക്കാണ്. കാരണം അവൾക്ക് അച്ഛന്റെയും അമ്മയുടെയും സ്നേഹമൊന്നും അങ്ങനെ അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. കൂടാതെ അവളെ കൂട്ടുകാർ നിനക്ക് അച്ഛനില്ല അമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കളിയാക്കാറുമുണ്ടായിരുന്നു. അവളിങ്ങനെ അത് നോക്കി നിൽക്കുന്നതിൽ അസ്വസ്ഥത തോന്നിയ ആ കസ്റ്റമർ റെസ്റ്റോറന്റ് ഓണറിനോട് ഈ കുട്ടിയെ ഓടിച്ചു വിടെന്ന് പറയുമ്പോൾ റെസ്റ്റോറന്റ് ഓണർ വെളിയിലെത്തി ജനാല വഴി എത്തി നോക്കി നിൽക്കുന്ന ഡാൻബിയെ ഓടിക്കാനായി ശ്രമിക്കുകയാണ്. ആ സമയത്താണ് വളരെ ഹാൻസമായ കോട്ടും സൂട്ടും ഒക്കെ ധരിച്ചിരിക്കുന്ന ഒരാൾ അവിടേക്ക് എത്തുന്നത്. എന്തിനാ ഈ കൊച്ചിനോട് ഇങ്ങനെ പെരുമാറുന്നത്? തനിക്ക് എന്ത് വേണം? ഞാനാണ് ഈ കുട്ടിയുടെ ഗാർഡിയൻ എന്ന് അയാൾ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഡാൻബി വീട്ടിലേക്ക് എത്തിയ ശേഷം കിമ്മിനോട് അവൾക്കൊരു അച്ഛനെ വേണമെന്ന് പറയുന്നു. കൂടാതെ നിനക്ക് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട എന്ന് കിം മറുപടി പറയാണ്. ഡാൻബി ചുമ്മാ കുഞ്ഞു കളിച്ചിങ്ങനെ ഇടയ്ക്ക് ഓരോന്നും പറയുന്നത് കൊണ്ട് തന്നെ അതിനെ ആ സമയം കിം കാര്യമായി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അടുത്ത ദിവസം കിം അവളുടെ ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ യൂസാങ് എന്ന ഒരാളെത്തുന്നു. കൂട്ടത്തിൽ അയാളുടെ സെക്രട്ടറിയും ഉണ്ട്. അഡോപ്ഷനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കണം എന്നാണ് ഇവർ പറയുന്നത്. എന്ത് അഡോപ്ഷൻ എന്ന് മനസ്സിലാവാതെ കിം നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഡാൻബി എന്ന പെൺകുട്ടി അവൾക്കൊരു അച്ഛനെ വേണമെന്ന് പറഞ്ഞിരുന്നു. അതിനെപ്പറ്റിയാണെന്ന് പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നടന്ന ചില കാര്യങ്ങളെ പറ്റി കിം അറിയുന്നത് തന്നെ. കഴിഞ്ഞ ദിവസം ആ റെസ്റ്റോറന്റിന്റെ മുന്നിൽ നിന്ന് റെസ്റ്റോറന്റ് ഓണർ ഡാൻബിയെ ഓടിക്കാൻ നോക്കിയപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ കിം എത്തിയില്ലേ. കിമ്മിനോട് ഡാൻബി അവൾക്കൊരു അച്ഛനെ വേണമെന്ന് പറഞ്ഞിരുന്നു. കൂടാതെ അവൾക്കൊരു മൂത്ത സഹോദരിയുണ്ട്, ഞങ്ങളെ രണ്ടുപേരെയും ദത്തെടുക്കാമോ എന്നെല്ലാം ഡാൻബി ചോദിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന യൂസാങ്ങും സെക്രട്ടറിയും പറയുന്നത്. അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ടാണ് ആ ചെറിയ പെൺകുട്ടി ഒരു അച്ഛനെ വേണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അച്ഛനും അമ്മയും ഇല്ലെങ്കിലും ചേച്ചിയിൽ നിന്ന് ഒരു അമ്മയുടെ സ്നേഹം അവൾക്ക് കിട്ടുന്നുണ്ട്, അച്ഛന്റെ സ്നേഹമാണ് കിട്ടാത്തത്. ഇതേ സമയം എന്തിനാണ് ഈ ചെറുപ്പക്കാരൻ ഇതുപോലെ കുട്ടികളെ ദത്തെടുക്കാൻ നടക്കുന്നതെന്ന് കിമ്മിന് മനസ്സിലാവുന്നില്ല. അതിനെപ്പറ്റി ചോദിക്കുമ്പോഴാണ് പറയുന്നത് യൂസ്യൂൾ ഒരു വലിയ ബിസിനസ് ഫാമിലിയിൽ പെട്ടതാണ്. ഇവരുടെ കുടുംബത്തിൽ കമ്പനിയുടെ ഭരണം പാസ്സായി ചെല്ലുന്നത് സ്ത്രീകളിലേക്കാണ്. ലാസ്റ്റായി ചെയർമാൻ ആയിരുന്നത് യൂസാങ്ങിന്റെ ഗ്രാൻഡ് മദർ ആയിരുന്നു. പക്ഷെ ഗ്രാൻഡ് മദർ മരിച്ചതോടുകൂടി ഇനി ഭരണം ചെല്ലേണ്ടത് മകളുള്ള നിയറസ്റ്റ് റിലേറ്റീവിനായിരിക്കും. യൂസാങ് അൺമാരീഡ് ആണ്, അതുകൊണ്ട് തന്നെ മകനോ മകളോ ഒബ്വിയസ്ലി ഇല്ല. കമ്പനിയുടെ ഭരണം കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു മകളെ തനിക്ക് ആവശ്യമാണെന്ന് യൂസാങ് പറയുന്നു. മകൾ വേണമെന്നേ ഉള്ളൂ, അത് സ്വന്തം ചോരയിൽ പിറന്ന മകളാകണമെന്നില്ല, അതായത് അഡോപ്റ്റ് ചെയ്തായാലും എടുക്കാം. അങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ ഒരു കുട്ടി അന്വേഷിച്ച് നടന്നപ്പോഴാണ് താൻ ഡാൻബിയെ കണ്ടതെന്നും ഡാൻബിയെ അഡോപ്റ്റ് ചെയ്യുന്നതിനെ പറ്റി തിരക്കിയപ്പോൾ അവൾ തന്റെ മൂത്ത സഹോദരിയോട് സംസാരിക്കാൻ പറഞ്ഞെന്നും കിം അറിയുന്നു. ഡാൻബിയെ ദത്തെടുക്കുമ്പോൾ അവളുടെ സഹോദരിയും കൂടി ദത്തെടുക്കണ്ടേ? അങ്ങനെ ഡാൻബി യൂസാങ്ങിനെ അച്ഛ എന്ന് വിളിക്കുമ്പോൾ ഡാൻബിയുടെ ചേച്ചിയായ കിമ്മും യൂസാങ്ങിനെ അച്ഛ എന്ന് വിളിക്കേണ്ടി വരില്ലേ? കിമ്മിന് 23 വയസ്സും യൂസാങ്ങിന് 28 വയസ്സുമാണ്. തന്നെക്കാൾ 5 വയസ്സ് മാത്രം മൂത്ത ഒരാളെ എങ്ങനെ അച്ഛനായി കാണാൻ സാധിക്കും? എങ്ങനെ അച്ഛ എന്ന് വിളിക്കാൻ കഴിയും എന്നതൊക്കെയാണ് കിമ്മിനെ കൺഫ്യൂഷൻ അടുപ്പിക്കുന്നത്. ആ സമയം യൂസാങ് പറയുന്നത് നമ്മുടെ കോൺട്രാക്ട് 1 മാസത്തേക്കേ ഉള്ളൂ. ആ 1 മാസം ഞാനുമായി സഹകരിച്ച് എന്റെ മകളായി നിന്നാൽ എനിക്ക് കമ്പനിയുടെ അവകാശം കിട്ടും. അത്രയും നാള് നിങ്ങൾക്ക് ലക്ഷറിയസ് ആയി താമസിക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ വഴിക്ക് നടക്കുമെന്ന്. അങ്ങനെ ഈ ഒരു കാര്യത്തോട് കിം യോജിക്കുന്നു. കിമ്മും ഡാൻബിയും അങ്ങനെ യൂസൂളിന്റെ
വീട്ടിലേക്ക് താമസം മാറുകയാണ്. ആദ്യമൊക്കെ ഡാൻബി ഉള്ള സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഡാൻബി പക്ഷെ പഠന സംബന്ധമായ ക്യാമ്പിങ്ങും മറ്റുമായി വീട്ടിലില്ലാതെ ആകുമ്പോൾ യൂസാങ്ങിനും കിമ്മിനും ഇടയിൽ ചെറിയ ചെറിയ പൊരുത്തക്കേടുകളും കാര്യങ്ങളും ഉണ്ടാകുന്നു. രണ്ടുപേർക്കും അച്ഛൻ മകൾ എന്ന രീതിയിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടുപേർക്കും ഈ വണ്ടിനെയും പ്രാണികളെയും ഒക്കെ പേടിയാണ്. ഒരു ദിവസം ഒരു പ്രാണിയെ കൊല്ലാനായി ശ്രമിക്കുന്നതിന്റെ ഇടയിൽ രണ്ടുപേരും മറിഞ്ഞടിച്ച് ബെഡിലേക്ക് വീഴുന്നു. കിമ്മിന്റെ മണ്ടയിലേക്കാണ് യൂസാങ് വീഴുന്നത്. അടുത്ത ദിവസം യൂസാങ്ങിന്റെ അങ്കിൾ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ കിമ്മിനെ കാണുന്നു. ആരാ ഈ പെണ്ണെന്ന് അങ്കിള് തിരക്കുമ്പോൾ യൂസാങ് പറയുന്നത് ഇത് വീട്ടുജോലിക്കാരിയാണെന്നാണ്. അതായത് മറ്റുള്ള റിലേറ്റീവ്സിന്റെ മുന്നിൽ ഡാൻബിയെ മാത്രം ദത്തെടുത്തു എന്ന് കാണിക്കാനാണ് യൂസാങ് ശ്രമിക്കുന്നത്. തന്നെക്കാൾ 5 വയസ്സ് മാത്രം ഇളയ ഒരു പെൺകുട്ടിയെ മകളായി കാണുന്നു എന്നറിയിക്കാൻ യൂസാങ്ങിന് താല്പര്യമില്ല. അങ്ങനെ എന്തായാലും അങ്കിള് പോകുന്ന സമയം തന്റെ സെക്രട്ടറിയോട് യൂസാങ്ങിന്റെ പെരുമാറ്റത്തിലൊക്കെ എനിക്ക് എന്തോ ഡൗട്ട് അടിക്കുന്നുണ്ട്, അവനിപ്പോൾ ഏതാ ചെയ്യുന്നതെന്നെല്ലാം ഡീറ്റെയിൽ ആയി ഒന്ന് അന്വേഷിക്കണമെന്ന് അങ്കിൾ പറയുന്നു. ഇതേ സമയം തന്നെ വേലക്കാരി എന്ന് യൂസാങ് സംബോധന ചെയ്തതിൽ കിമ്മിന് നല്ല സങ്കടമുണ്ട്. അവള് ഹർട്ടായെന്ന് അവളുടെ മുഖത്തിൽ നിന്ന് തന്നെ യൂസാങ്ങിന് മനസ്സിലാകുന്നു. അവൻ അവളോട് എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പറയേണ്ടി വന്നു, ഇല്ലെങ്കിൽ എനിക്ക് കമ്പനി കിട്ടില്ല, അതുകൊണ്ടാ ഒന്നും തോന്നരുതെന്നൊക്കെ പറയുമ്പോൾ അവള് സാരില്ലെന്ന് വെളിയിൽ പറയുന്നുണ്ടെങ്കിലും അകത്ത് അവൾ ആ ഒരു വാക്ക് തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നീട് അവള് ജോലി ചെയ്ത ആ ഒരു സ്ഥലത്ത് അവളുടെ സുഹൃത്തിനെ കാണുമ്പോൾ അവൻ അവളെ വഴക്ക് പറയാണ്, നീ ഒരു ആണിന്റെ കൂടെ ഒറ്റയ്ക്ക് എങ്ങനെ താമസിക്കും, അത് ഒരു അപരിചിത, ഇത് നിനക്ക് തീരെ സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് കുറച്ച് ടൂൾസ് കൊടുക്കുന്നു. ഇൻ കേസ് അവൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നാൽ ഇതൊക്കെ അങ്ങ് ഉപയോഗിച്ചേക്കണമെന്ന് കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കുമ്പോൾ കിം നിനക്ക് എന്നെ പറ്റി എന്നാ കെയർ ആണെന്നൊക്കെ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡാൻബിയുടെ സ്കൂളിലെ അവളുടെ 2 ക്ലാസ്മേറ്റ്സിന്റെ അമ്മമാര് വരുന്നത്. അവരെത്തി ക്യാമ്പിങ്ങിന് പോയ സ്ഥലത്ത് അവരുടെ മക്കളെ ഡാൻബി അടിച്ചു എന്ന് പറഞ്ഞ് കിമ്മിനോട് ഷൗട്ട് ചെയ്യാണ്. അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്നാൽ ഇതുപോലെ മക്കള് പിഴയായി പോകും, നീ ഒരു ചേച്ചിയായിട്ട് വളർത്തി വെച്ചേക്കുന്നതിന്റെ ഗുണമാണ് അവള് മറ്റുള്ളവരെ അടിച്ചോണ്ട് നടക്കുന്നത് എന്നെല്ലാം മോശമായി സംസാരിക്കുന്നു. ഇത് കേട്ട് കിം വളരെ ഫീലായി നിൽക്കുമ്പോൾ കിമ്മിന്റെ ഫ്രണ്ട് കിമ്മിന് വേണ്ടി അവരോട് വഴക്കുണ്ടാക്കാനായി തുടങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് യൂസാങ് വരുന്നത്. യൂസാങ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ നേരെ കിമ്മിന്റെ അടുത്തേക്ക് ചെന്ന് ഞാൻ കുറെ തവണ ഫോൺ വിളിച്ചിരുന്നു, കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ കിം അത് ഞാൻ കണ്ടില്ല എന്ന് സംസാരിക്കുകയാണ്. ഈ സമയം ആ അമ്മമാര് ഞങ്ങൾ ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നത് താൻ കേട്ടില്ലേ, താൻ ഇടയിൽ കയറി വന്നെന്താ സബ്ജക്ട് മാറ്റാൻ നോക്കുകയാണോ എന്നൊക്കെ യൂസാങ്ങിനോട് തട്ടിക്കയറുമ്പോൾ യൂസാങ് യഥാർത്ഥത്തിൽ ക്യാമ്പിങ്ങിന്റെ അവിടെ വെച്ച് നടന്നത് എന്താണെന്ന് എനിക്കറിയാം, ഡാൻബി അല്ല പ്രശ്നം ഉണ്ടാക്കിയത്, നിങ്ങളുടെ മക്കളാണ് ഡാൻബിയോട് പ്രശ്നമുണ്ടാക്കാൻ ചെന്നത്, സഹികെട്ട് അവൾ ഒരെണ്ണം പൊട്ടിച്ചെങ്കിൽ അതിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് യൂസാങ് പറയുന്നു. നിങ്ങൾക്ക് ഇനിയും പ്രശ്നമുണ്ടാക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളുടെ CCTV ഫൂട്ടേജ് എന്റെ കയ്യിലുണ്ട്, നമുക്ക് അതുമായി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പ്രശ്നമുണ്ടാക്കാമെന്ന് പറയുന്നു. അത് കേൾക്കുന്ന ഈ അമ്മമാർക്ക് തങ്ങളുടെ മക്കളാണ് പ്രശ്നക്കാരെന്ന് യഥാർത്ഥത്തിൽ അറിയാം. അത് നേരെ തിരിച്ച് ഡാൻബിയുടെ തലയിൽ വെക്കാൻ വന്നതാണ്, കാരണം അവൾക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഇനി കാര്യം നേരെ തിരിയും പണിപാളുമെന്ന് മനസ്സിലാക്കുന്ന അവർ അതെന്തെങ്കിലും ആവട്ടെ ഈ കാര്യത്തിൽ ഇടപെടാൻ താൻ ഇവരുടെ ആരാണെന്ന് ചോദിക്കുന്നു. ആ സമയം എന്ത് റിലേഷൻ പറയണമെന്നറിയാതെ ഡിമ്മും യൂസാങ്ങും മിണ്ടാതിരിക്കുകയാണ്. പക്ഷെ യൂസാങ്ങും പെട്ടെന്ന് തന്നെ തന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് അവർക്ക് കൊടുക്കുന്നു. ഞാൻ ഇവരുടെ ഗാർഡിയൻ ആണെന്ന് പറഞ്ഞു. ആ വിസിറ്റിംഗ് കാർഡ് കാണുന്ന ഈ അമ്മമാര് വളരെ ഷോക്കാവുന്നു, കാരണം അത് വലിയൊരു കമ്പനിയുടെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് യൂസാങ് എന്ന് കാണിക്കുന്ന കാർഡായിരുന്നു. യൂസാങ് കിമ്മിനോട് സോറി ചോദിച്ചിട്ട് പൊക്കോന്ന് പറയുമ്പോൾ അവർ അതേപടി സോറി ചോദിച്ചിട്ട് മര്യാദയ്ക്ക് വെളിയിലേക്ക് ഇറങ്ങുന്നു. വെളിയിൽ അവരെ തടഞ്ഞു നിർത്തി ആരോ ഒരാൾ ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അന്ന് ജോലി കഴിഞ്ഞ് കിം വരുമ്പോൾ നേരത്തെ യൂസാങ് വന്നിരിക്കുന്നതാണ് കാണുന്നത്. ഇന്ന് ഓഫീസിലെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞു എന്ന് കിം തിരക്കുമ്പോൾ എന്റെ ഷെഡ്യൂൾസ് ഒക്കെ ക്യാൻസൽ ആയി, അതുകൊണ്ട് ഇങ്ങ് വീട്ടിലേക്ക് വന്നു എന്ന് അവൻ പറയാണ്. യഥാർത്ഥത്തിൽ ക്യാൻസൽ ആയതല്ല, ഇവൻ കുറച്ചു നേരം കിമ്മിനോട് മിണ്ടിയും പറഞ്ഞു ഇരിക്കാനായി നേരത്തെ ക്യാൻസൽ ചെയ്തതാണ്. അങ്ങനെ നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോയാലോ എന്ന് പറഞ്ഞ് കിമ്മിനെയും കൂട്ടി യൂസാങ് ഷോപ്പിങ്ങിന് പോകുന്നു. ഡാൻബി ഒരു വെക്കേഷന് പോകണമെന്ന് പറഞ്ഞിരുന്നു, അതിനുവേണ്ടിയുള്ള ചില സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നതെന്നെല്ലാം യൂസാങ് പറയുന്നു. അങ്ങനെ അവിടുത്തെ ചെറിയ ചെയേഴ്സും കാര്യങ്ങളും ഒക്കെ ട്രയൽ ചെയ്ത് നോക്കുന്നതിന്റെ ഇടയിൽ രണ്ടുപേരും ഇടയ്ക്ക് എന്ത് പറയണമെന്നറിയാതെ മിണ്ടാതിരിക്കുന്നു. പിന്നീട് കോൺവെർസേഷൻ ഇവർക്കിടയിൽ ആരംഭിക്കുന്നുണ്ടെങ്കിലും യൂസാങ് ഇടയ്ക്കിടയ്ക്ക് വളരെ റൊമാൻറ്റിക് ആയ രീതിയിൽ കിമ്മിനെ നോക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ പതിയെ യൂസാങ്ങിന് കിമ്മിനോട് പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. കിമ്മിനും യൂസാങ്ങിനോട് മിണ്ടുന്നതിലും പറയുന്നതിലും ഒക്കെ കുറച്ച് നാണമൊക്കെ ഉണ്ട്. എന്തായാലും ഇവരവിടെ ഹാപ്പി ആയിട്ട് സമയം ചെലവഴിക്കുന്നു. അത് ആരോ മറിഞ്ഞു നിന്ന് ഫോട്ടോ എടുക്കുന്നതായും കാണിക്കുന്നു. അങ്ങനെ പിന്നീട് ക്യാമ്പിങ്ങിന് പോയ ഡാൻബി തിരിച്ചെത്തുകയാണ്. ഡാൻബി വളരെ സ്നേഹത്തോടെ തന്നെ യൂസാങ്ങിനോട് അച്ഛ എന്ന് സംബോധന ചെയ്ത് ക്യാമ്പിന്റെ വിശേഷങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ് ഇവരകത്തേക്ക് കയറി പോകുന്നു. ഈ നടന്ന കാര്യങ്ങളെല്ലാം അങ്കിളുടെ സെക്രട്ടറി കാണുന്നുണ്ടായിരുന്നു.
പറയുന്നു. അയാൾ അതെല്ലാം കേട്ട് റെക്കോർഡ് ചെയ്ത് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തും ഒക്കെ അങ്കിളിനെ അറിയിക്കുന്നു. പിന്നീട് അടുത്ത ദിവസം വളരെയധികം സുന്ദരിയായി റെഡിയായി കിം ഇറങ്ങി വരുമ്പോൾ അത് കണ്ട് സ്റ്റണ്ണായി നിൽക്കുകയാണ് യൂസാങ്. എന്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് ഫംഗ്ഷന് ഞാൻ പോവുകയാണെന്ന് അവള് പറയുമ്പോൾ ഇവൻ അവളുടെ സൗന്ദര്യത്തെ പറ്റി പറയാനായി വരുന്നുണ്ടെങ്കിലും അത് പറയാതെ ശരി ഡിന്നറിന് നേരത്തെ വരണമെന്ന് പറഞ്ഞ് യാത്രയാക്കുന്നു. പിന്നീട് തന്റെ സെക്രട്ടറിയെ യൂസാങ് കാണുന്ന സമയം സെക്രട്ടറി ഡാൻബിയും കിമ്മും യൂസാങ്ങിന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം യൂസാങ്ങിന് വന്ന പോസിറ്റീവായ മാറ്റങ്ങളെ പറ്റി പറയുന്നു. മുന്നത്തേനേക്കാൾ വളരെ ഹാപ്പി ആയിട്ടാണ് യൂസാങ് ഇപ്പോൾ എപ്പോഴും ഉള്ളതെന്നെല്ലാം സെക്രട്ടറി പറയുമ്പോൾ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടെന്നും യൂസാങ് പറയാണ്. കാര്യം ഇവരുടെ ഒരു ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഭരണാവകാശം മുന്നേ പറഞ്ഞതുപോലെ മകളുള്ള ക്ലോസ് റിലേറ്റീവിനായിരിക്കും മുന്നത്തെ ചെയർമാന്റെ മരണശേഷമൊക്കെ കൈമാറി പോവുക. യൂസാങ്ങിന് മകളില്ലാതെ ഭരണം കിട്ടില്ല. അപ്പോൾ അത് മകളുള്ള മറ്റൊരു ബന്ധുവിലേക്ക് കൈമാറി പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്ത് മുത്തശ്ശി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ബിസിനസ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് യൂസാങ് അത് തന്നിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് കണക്കാക്കിയ ഒരു കാര്യത്തെക്കാൾ കൂടുതൽ മറ്റെന്തിനോ ഇമ്പോർട്ടൻസ് കൊടുക്കാനായി എന്റെ മനസ്സ് പറയുന്നു. പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാള് കരുതി കൊണ്ടുവന്ന ആ ഒരു കാര്യം എന്റെ കൈവിട്ടു പോകുമെന്ന് എന്റെ ബുദ്ധി പറയുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് യൂസാങ് പറയുമ്പോൾ ഈ സമയം മനസ്സ് പറയുന്നത് കേൾക്കുന്ന സെക്രട്ടറി ഉപദേശിക്കുകയാണ്. മനസ്സിൽ കിമ്മിനോട് പ്രണയമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണോ സെക്രട്ടറി ഇത് പറഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ സെക്രട്ടറി പറയുന്നത് കേൾക്കുമ്പോൾ യൂസാങ്ങിന് പെട്ടെന്ന് എന്തോ ഒന്ന് സ്ട്രൈക്ക് ആവുന്നു. പക്ഷെ അപ്പോഴേക്കും സെക്രട്ടറിക്ക് ഒരു ഫോൺ കോൾ വരുന്നു. കോളിൽ അറിഞ്ഞ കാര്യം സെക്രട്ടറിയെയും യൂസാങ്ങിനെയും ഷോക്കാക്കി. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കിം അവളുടെ ആ ഒരു ഫ്രണ്ടിന്റെ കൂടെ മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുന്നതാണ്. നടക്കുന്ന സമയം കാലിലിട്ടിരിക്കുന്ന ഹീൽസ് ഉള്ള ആ ചെരുപ്പ് വല്ലാതെ അവളുടെ കാലിനെ വേദനിപ്പിക്കുമ്പോൾ അവൾക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ട്. ഇത് മനസ്സിലാക്കുന്ന ഫ്രണ്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പ് അവളുടെ കാലിൽ വളരെ കെയറോടെ ഇട്ട് കൊടുക്കുന്നു. ആ സമയത്താണ് ഫോൺ കിടന്ന് പടപട റിങ് ചെയ്യുമ്പോൾ ഫോൺ എടുക്കുന്ന കിം ആ ഒരു ന്യൂസ് കാണുന്നത്. കിം യൂസാങ്ങിന്റെ മകളായി അഭിനയിക്കുകയാണ് എന്ന ആ ഒരു ന്യൂസ് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയോ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന കിം വളരെ ടെൻഷൻ ആകുമ്പോൾ സുഹൃത്ത് കിമ്മിനോട് ഇനി നീ അയാളുടെ വീട്ടിൽ പോയി നിന്ന് ഇങ്ങനെ അഭിനയിക്കൊന്നും വേണ്ട, വാ സാധനങ്ങൾ എടുത്ത് നീ എന്റെ കൂടെ വാ, സേഫായി നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോവാം, ഇയാളുടെ കൂടെ ചേർന്നാൽ നിന്റെ ഫ്യൂച്ചർ സ്പോയിൽ ആവുകയുള്ളെന്നൊക്കെ പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാനായി ശ്രമിക്കുന്നു. പക്ഷെ കിമ്മിന്റെ ഉള്ളിൽ അപ്പോൾ യൂസാങ്ങിന് എന്ത് സംഭവിക്കുമെന്ന ടെൻഷനാണ്. യൂസാങ് അയാളുടെ ബിസിനസ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടത്. പക്ഷെ ഇപ്പോ ഈ ഒരു ന്യൂസ് വെളിയിൽ ലീക്കായി അയാളുടെ ഫ്യൂച്ചർ പോകുമല്ലോ എന്ന് അവള് സങ്കടപ്പെടുമ്പോൾ അവൾക്ക് അവളുടെ ഫ്യൂച്ചറിനേക്കാളും വലുത് യൂസാങ്ങിന്റെ ഫ്യൂച്ചർ ആണെന്ന് മനസ്സിലാക്കുന്ന ഈ ഫ്രണ്ടിന് ദേഷ്യം വരുന്നു. അവൻ അവളെ കൺവിൻസ് ചെയ്ത് കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കുന്ന സമയത്താണ് യൂസാങ് അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്താ ഫോൺ എടുക്കാഞ്ഞത്? ഞാൻ എത്ര തവണ വിളിച്ചു, ഫോൺ എടുക്കാഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ പേടിച്ചു പോയെന്നെല്ലാം യൂസാങ് പറയുമ്പോൾ ഫ്രണ്ട് ഇടയിൽ കയറി ഇനി നിങ്ങൾ കിമ്മിനെ കാണാനോ സംസാരിക്കാനോ വരരുത്, അവൾക്ക് നിങ്ങളോട് സംസാരിക്കാനും താല്പര്യമില്ല എന്ന് പറയുന്നു. ഇവളിപ്പോൾ എന്റെ ഗേൾഫ്രണ്ട് ആണ്, ഇവളുടെ കാര്യങ്ങൾ ഇനി തീരുമാനിക്കാൻ പോകുന്നത് ഞാനാണ്. ഇവൾ ഇനി നിങ്ങളുടെ മകളായി അഭിനയിക്കാൻ വരുന്നില്ല. ഇവളിങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പോവുകയാണെന്ന കാര്യം അറിഞ്ഞാൽ ഞാൻ അന്നേ അത് തടഞ്ഞേനെ. നിങ്ങൾ കാരണം ഇവൾക്കാണ് ഇപ്പോൾ നാണക്കേട് ഉണ്ടായിരിക്കുന്നത് എന്നെല്ലാം ഫ്രണ്ട് ദേഷ്യപ്പെടുമ്പോൾ തന്നെ ഗേൾ ഫ്രണ്ട് എന്ന് സംബോധന ചെയ്ത് പറഞ്ഞത് കേട്ട് കിമ്മും ഷോക്കാവുന്നു, യൂസാങ്ങും ഷോക്കാവുന്നു. യൂസാങ് ഫ്രണ്ടിനോട് പറയുന്നത് ഞാൻ കണ്ട് സംസാരിക്കാനായി എത്തിയത് കിമ്മിനോടാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്നെ അത് ബാധിക്കുന്ന വിഷയമല്ല, എനിക്ക് കിമ്മിന്റെ മറുപടിയാണ് കേൾക്കേണ്ടതെന്ന് പറഞ്ഞ് യൂസാങ് കിമ്മിനോട് എനിക്കറിയാം ഞാൻ കാരണം ഇപ്പോൾ നിനക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാകാൻ പോകുന്നത്. സത്യത്തിൽ ഞാൻ ദത്തെടുക്കാനായി ആഗ്രഹിച്ചത് ഡാൻബിയാണ്. പക്ഷെ അവൾക്ക് നിന്നെ പോലെ ഒരു ചേച്ചി ഉള്ളതുകൊണ്ടാണ് എനിക്ക് നിന്നെ ദത്തെടുത്ത് മകളെ പോലെ കോൺട്രാക്റ്റിൽ ഒപ്പിടിക്കേണ്ടി വന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ നിന്നെ ഒരു യുവതിയായാണ് കാണുന്നത്. എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. ഇനി ബാക്കി തീരുമാനങ്ങൾ നിനക്കെടുക്കാം. എന്നോട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തിരിച്ച് നീ നമ്മുടെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് യൂസാങ് പോകുന്നു. ഈ സമയം കിം സുഹൃത്തിനോട് കുറച്ചു മുന്നേ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞതിനെ പറ്റി ചോദിക്കുമ്പോൾ കഴിഞ്ഞ 7 വർഷത്തോളമായി ഒന്നിച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതൽ കിമ്മിനോടുള്ള ഇഷ്ടം മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് താനെന്ന് ആ സുഹൃത്ത് തുറന്നു പറയുന്നു. തന്നെ ഈ സുഹൃത്ത് വൺ സൈഡായി ലവ് ചെയ്യുകയാണെന്ന കാര്യം അപ്പോഴാണ് കിം അറിയുന്നത്. നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ നിനക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് കരുതി നിന്റെ പ്രശ്നങ്ങൾ ഒതുങ്ങാനായി ഞാൻ കാത്തിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയായി എന്നെല്ലാം സുഹൃത്ത് പറഞ്ഞു നിർത്തുമ്പോൾ താൻ എന്നും ഒരു ബെസ്റ്റ് ഫ്രണ്ടായി മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ, അതിനപ്പുറം ഒരു പ്രണയം ഇതുവരെ തോന്നിയിട്ടില്ല, ഇനി തോന്നുകയുമില്ല എന്ന് കിം മറുപടി കൊടുക്കുന്നു. കൂടാതെ തന്റെ മനസ്സിൽ ഇപ്പോൾ ഒരാളുണ്ട്, അയാൾ താൻ കാരണം വളരെയധികം ഹേർട്ടായിരിക്കുകയാണ്, ഇനിയും അയാളെ വിഷമിപ്പിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നെല്ലാം കിം പറയുമ്പോൾ അത് യൂസാങ്ങിനെ പറ്റിയാണെന്ന് സുഹൃത്തിനും മനസ്സിലാവുന്നു. ഇതേ സമയം
സമയം യൂസാങ് ഏറെ നേരമായി കിം തിരിച്ചെത്തുന്നതും കാത്തു വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയം കിം അവിടേക്ക് എത്തുന്നു. കിം ശരിക്കും എന്നെ ഇഷ്ടമാണോ എന്ന് യൂസാങ്ങിനോട് ചോദിക്കുമ്പോൾ വളരെയധികം ഇഷ്ടമാണെന്ന് യൂസാങ് മറുപടി പറയുന്നു. എപ്പോൾ മുതലാണ് എന്നോട് പ്രണയം തോന്നിയതെന്ന് അവള് ചോദിക്കുമ്പോൾ അവൻ ഒരു ചെറു ചിരിയോടെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നു. അതായത് ദത്തെടുക്കാൻ പോവുകയാണെന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കാനായി ആദ്യമായി കിമ്മിനെ കാണാനായി വന്നില്ലേ, ആ സമയത്ത് തന്നെ അവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് കൂടുതലായി അങ്ങ് കൂടിയത് ഇവർ ഒന്നിച്ച് താമസിക്കുന്നതിന്റെ ഇടയിൽ പ്രാണിയെ പിടിക്കാനായി ശ്രമിച്ച് രണ്ടുപേരും മറിഞ്ഞടിച്ച് ബെഡിൽ വീണ സമയത്താണ്. തനിക്ക് കിമ്മിനെ വളരെയധികം ഇഷ്ടമാണെന്നെല്ലാം യൂസാങ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിം അവളുടെ ഇഷ്ടം പ്രകടിപ്പിക്കാനായി യൂസാങ്ങിന് ഒരു കിസ് കൊടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞ് പ്രണയിക്കാനായി തീരുമാനിക്കുന്നു. പക്ഷേ ആദ്യം കമ്പനിയുടെ പ്രശ്നമെല്ലാം സോൾവ് ചെയ്ത് കമ്പനി കയ്യിൽ വരുമെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം, അതുവരെ വെയിറ്റ് ചെയ്യാമെന്ന തീരുമാനത്തിലാണ് അവരെത്തുന്നത്. അങ്ങനെ പിന്നീട് യൂസാങ്ങിൽ നിന്ന് കമ്പനി കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ആ അങ്കിൾ കമ്പനിയിൽ ഒരുപാട് അഴിമതി നടത്തിയതെല്ലാം അങ്കിളിനെ ചെയ്ത തെറ്റിന് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയാണ് യൂസാങ്. അങ്ങനെ ഇപ്പോൾ കമ്പനി സേഫായി യൂസാങ്ങിന്റെ കയ്യിൽ വരുന്നു. തുടർന്ന് നമ്മൾ കാണുമ്പോൾ ഡാൻബി പതിവ് പോലെ ആ രണ്ട് കുരുത്തങ്കെട്ട പെൺപിള്ളേരുമായി വഴക്കിട്ടോണ്ടിരിക്കുകയാണ്. ആ സമയം ഡാൻബിയുടെ അടുത്തേക്ക് അവളുടെ ഗാർഡിയനായി അവളെ സേവ് ചെയ്യാനായി യൂസാങ് വരുന്നു. പിന്നീട് യൂസാങ് നേരെ പോകുന്നത് കിം ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. യൂസാങ്ങിനെ കാണുമ്പോൾ കിമ്മും വളരെ ഹാപ്പി ആകുന്നു. ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ യൂസാങ് കിമ്മിന്റെ കയ്യിൽ കൊടുക്കുന്നു. അത് ഇവരുടെ കല്യാണത്തിനുള്ള ക്ഷണക്കത്താണ്. അത് കൊടുക്കുമ്പോൾ യൂസാങ് കിമ്മിനോട് മുന്നേ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത സമയം നിന്നെ എന്റെ മകളായിട്ടാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതെങ്കിൽ ഇപ്പോൾ ഞാൻ ജീവിത പങ്കാളിയായി എന്റെ ഭാര്യയായി ലൈഫ് ലോങ് എന്റെ കൂടെ കൂട്ടാൻ പോവാ, സമ്മതമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ വളരെ സന്തോഷത്തിൽ അവനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം വളരെയധികം കഷ്ടപ്പെട്ട ഈ സഹോദരങ്ങൾക്ക് നല്ലൊരു ജീവിതമാണ് യൂസാങ്ങിലൂടെ കിട്ടാൻ പോകുന്നത്. യൂസാങ് എന്നെന്നും അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഡാൻബിക്ക് നല്ലൊരു ഗാർഡിയൻ ആയിരിക്കും, കൂടാതെ കിമ്മിന് നല്ലൊരു ജീവിത പങ്കാളി. അങ്ങനെ ഇവരെല്ലാം വളരെ ഹാപ്പിയായി ഇരിക്കുന്നിടത്ത് ഈ ഒരു കഥ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.